ഹായ്. നമ്മൾ ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഓർഗാനിക് റീച്ച് കൂട്ടാനുള്ള അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ടൂൾസ് ഇത് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റിന് പറ്റിയ ടൂൾസ് എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മാർക്കറ്റിങ്ങിൻ്റെ, അതായത് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൻ്റെ ഏറ്റവും കോർ പോയിന്റിലേക്കുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറീസ് അല്ലെങ്കിൽ പോസ്റ്റുകളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മേ ബി കണ്ടിട്ടുണ്ടാവും ചില കമ്പനികളുടെ അവരുടെ ഒരു ആഡ് വീഡിയോസ് ഒക്കെ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മേ ബി ആ ഒരു സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എങ്ങനെയാണ് ഇത്തരത്തിലെ ആഡ്സ് കൊടുക്കുന്നത്, എന്താണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്, പേയ്മെൻറ്റ് പ്രോസസ്സ് എന്താണ്, അല്ലെങ്കിൽ പേയ്മെൻറ്റ് മെത്തേഡ്സ് എന്തൊക്കെയാണ്, നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഓഡിയൻസ് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഏരിയ എത്രത്തോളം ഉണ്ട്, എങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെടുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മേ ബി ചിലരെങ്കിലും ആലോചിച്ചിട്ടുണ്ടാവും. അപ്പം ആ ഒരു പ്രോസസ്സിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഒട്ടുമിക്ക ആളുകളുടെയും മൈൻഡ് പോയിട്ടുള്ളത് എങ്ങോട്ടാണെന്ന് നമുക്ക് ഊഹിക്കാം. അതായത് പ്രൊഫഷണൽ അക്കൗണ്ട് യൂസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മുടെ പോസ്റ്റിന് താഴെ കാണുന്ന ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടണിലേക്കായിരിക്കും അല്ലേ. എന്നാൽ നമ്മൾ പറയാൻ പോകുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് അതല്ല, യഥാർത്ഥത്തിലുള്ള അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്കാണ്. ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റിനെ ചെറിയ രീതിയിൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ മാത്രമാണ്. അതായത് വൈഡ് ഏരിയയിലേക്ക് മേ ബി അത് പോകുന്നില്ല. നമ്മുടെ വ്യൂസ് കൂട്ടാൻ, അതുപോലെ തന്നെ ലൈക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട്, ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ട്രിക്ക് മാത്രം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു നോർമൽ വലിയ രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്യാത്ത, ചെറിയൊരു ഫിനാൻഷ്യൽ സപ്പോർട്ടോടു കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമാണെന്ത് ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് അഡ്വർടൈസ്മെന്റിലേക്ക് വരുന്ന സമയത്ത് പ്രൊഫഷണൽ മെത്തേഡിലൂടെ, അതായത് മെറ്റ ആഡ്സ് ഉപയോഗിച്ചുകൊണ്ട്, മെറ്റ എന്ന് പറയുന്ന വേർഡ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള, അതായത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് ബിസിനസ്, ഈ 3 ഏരിയാസ് കൂടി ചേർന്നിട്ടുള്ള ഒരു ഫീൽഡാണ്, അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റമാണ് മെറ്റ എന്ന് പറയുന്നത്. ഈ മെറ്റ ഉപയോഗിച്ചുകൊണ്ട് ഈ 3 ഏരിയയും ലിങ്ക് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ അഡ്വർടൈസ്മെന്റ് വേ ആണെന്ത് മെറ്റ ആഡ്സ് എന്ന് പറയുന്നത്. മെറ്റ ആഡ്സിലൂടെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ട്, ആ പ്രൊഡക്റ്റ് നമ്മൾ സെല്ല് ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം, ഒരു വെബ്സൈറ്റ് നമ്മുടെ അടുത്തുണ്ട് എന്നുണ്ടെങ്കിൽ, ഇത് കാണുന്ന ആളുകളെ, ഈ ആഡ് കാണുന്ന ആളുകളെ ആ വെബ്സൈറ്റിലേക്ക് ഡയറക്റ്റ് ചെയ്യുകയും അവിടെ നിന്ന് ഈ നമ്മുടെ പ്രൊഡക്ട്സ് അവർ റെഫർ ചെയ്യുകയും അതിൽ എത്ര പേര് ആഡ് ടു കാർട്ടിലേക്ക് കിട്ടുമോ, അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴി ഈ ഒരു പ്രോസസ്സിലൂടെ എത്ര ആളുകൾ നമ്മുടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്തു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവിടെ നോട്ട് ചെയ്യപ്പെടും എന്നുള്ളതാണ്. എത്ര പേര് വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്, ഏത് പ്രൊഡക്റ്റാണ്, അല്ലെങ്കിൽ ഈ ആഡ് കണ്ട് അതിലേക്ക് വന്നിട്ടുള്ള ആളുകൾ എത്രത്തോളം ഉണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വളരെ വാസ്റ്റായിട്ടുള്ള ഏരിയയിലുള്ളൊരു കൗണ്ടിങ് ഈ ഒരു മെറ്റ ആഡ്സ് അവിടെ നടത്തും. അതിനുള്ള പലതരത്തിലുള്ള മെട്രിക്സ് അവർ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഒരിക്കലും ഈ ബൂസ്റ്റ് പോസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നില്ല. നേരെ മറിച്ച് മെറ്റ ആഡ്സിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഒരു പ്രൊഫഷണലി മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് മെറ്റ ആഡ്സിലേക്കാണ്. കാരണം അതിൻ്റെ കുറച്ച് മെയിൻ ലീഡ്സ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക, ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരാം. അതായത് കൺവേർട്ട് വെബ്സൈറ്റ് വിസിറ്റേഴ്സ്, നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടും എന്നുള്ളതാണ്. മറ്റൊന്ന് ജനറേറ്റ് ലീഡ്സ്, നമ്മൾക്ക് കൂടുതൽ ലീഡ്സ് കിട്ടും, ആളുകളിലേക്കുള്ള കസ്റ്റമേഴ്സിലേക്കുള്ള ലീഡ്സ് കൂടുതൽ കിട്ടും. അതുപോലെ തന്നെ ഡ്രൈവ് ഇൻസ്റ്റോർ ട്രാഫിക്. ഈ ഒരു കാര്യം സിമ്പിളായിട്ട് പറഞ്ഞു തരാണെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു വ്യക്തി നമ്മുടെ ഒരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക, ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ ആഡ് കണ്ടിട്ട് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഇൻ കേസ് അവർക്ക് ആ ഒരു സമയത്ത് പർച്ചേസിങ് നടത്താതെ ജസ്റ്റ് അവർ നമ്മുടെ പ്രൊഡക്ട്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്തു, പക്ഷേ ആ ഒരു പ്രൊഡക്റ്റ് അവർ പർച്ചേസ് ചെയ്തില്ല, നേരെ മറിച്ച് അവർ ഇൻകാർട്ടിൽ ഇട്ടിട്ട് പോവുകയാണ് എന്ന് വിചാരിക്കുക. അവർ ആക്ച്വലി അതിൽ ഇൻട്രസ്റ്റഡ് ആയതുകൊണ്ടായിരിക്കാം അവരങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇങ്ങനത്തെ സന്ദർഭത്തിൽ ആ ഒരു ലീഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സെയിലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതായത് ഇത്തരം ആളുകളെ റീടാർഗറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഈ ആഡ്സ് വഴി അവൈലബിൾ ആണ് എന്നുള്ളത്, മെറ്റ ആഡ്സ് വഴി അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഇത്തരം ലീഡ്സ് നമ്മുടെ സെയിലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് പറ്റും എന്നുള്ളതാണ്. ബൂസ്റ്റ് പോസ്റ്റിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു മെറിറ്റ്സ് ഒന്നും അവിടെ ഇല്ല എന്നുള്ളതാണ്.
ജസ്റ്റ് നമ്മുടെ ഫോളോവേഴ്സിൻ്റെ എണ്ണം കൂട്ടുക, വിസിറ്റേഴ്സ് നമ്മുടെ പേജിലേക്കുള്ള വിസിറ്റേഴ്സിനെ കൂട്ടുക, അതായത് ഇൻസ്റ്റാഗ്രാമിലുള്ള അല്ലെങ്കിൽ ഏത് പ്ലാറ്റ്ഫോമിലാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതിലുള്ള ആളുകളുടെ വിസിറ്റേഴ്സിൻ്റെ എണ്ണം കൂട്ടുക എന്നുള്ളത് മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലുള്ള മെട്രിക്സോ അല്ലെങ്കിൽ റീടാർഗറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ സെയിലിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഇത്തരത്തിലുള്ള മെട്രിക്സോ ഒന്നും നമുക്ക് അവിടെ അവൈലബിൾ അല്ല എന്നുള്ളതാണ്. പറഞ്ഞ കാര്യങ്ങൾ ഒരു ഷോർട്ടായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് വെറും ബൂസ്റ്റിംഗ് ടൂള് മാത്രമാണ്. നേരെ മറിച്ച് നിങ്ങളുടെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ആഡ് കൊടുത്തിട്ട് സെല്ല് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ മെറ്റാ ആഡ്സ് തന്നെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഈ മെറ്റാ ആഡ്സ് എങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ അത് അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. മേ ബി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മളത് ഉൾപ്പെടുത്തുന്നതാണ്.